എന്നാൽ പിന്നെ നമുക്ക് ചാലിയാർ മുക്കാക്കിയാലോ? അത് ബെസ്റ്റ്. കാരണം എന്താണെന്നറിയോ, അവിടെ നല്ല അരുവിയില ഇതിലൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വൈകുന്നേരം. പക്ഷേ അവിടെ ഫോറസ്റ്റ് പ്രശ്നം ഉണ്ടാവും. ഫോറസ്റ്റ് പ്രശ്നം ആന ഉണ്ടാവും. നേരത്തെ ഇറങ്ങാം. ഇവിടെ പറ്റും. വൃന്ദാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൊണ്ടുപോകൂ, നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മേലാളേ, ചായയിലാടുമേക്കാൻ ഇരട്ടയോ നിന്റെ കൂടെ. അന്നത്തെ പാർട്ടിയെ എന്താണോ ഇതൊരു ബാഗ്? ഇവിടെ ബാഗോ? ബാഗ് തുറന്നോട്ടെ. തുറല്ലേ പ്രശ്നമാവും. ആളുകളെ അവരെ കൊന്ന് ബാഗിൽ കൊണ്ടുവരുന്ന കാലടാ. ഇല്ലേ മണമൊന്നുമില്ലേ? നോക്കാൻ സംഭവം നോക്കാം. എന്താ സംഭവം നോക്കാം. തുറക്കാം. തുറക്ക്. അയ്യോ എന്താ ചെയ്യാ? ഒന്നും ആലോചിക്കണ്ട. വണ്ടി കേട്ടില്ല. നമ്മൾ രക്ഷപ്പെട്ടൂടെ? നമ്മൾ രക്ഷപ്പെട്ടടാ. നമ്മളെ ജീവിതത്തിൽ മാറി മറിയാൻ പോവാ. ഈ വണ്ടി വിടടാ. ടെൻഷനാവില്ലേ? ആദ്യം വിശക്കണ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം നമുക്ക് വേണ്ട പോലെ പ്ലാൻ ചെയ്യാം. ഞാൻ നല്ല കടയിൽ കൂടെ ഹോട്ടലിൽ പോയി കഴിക്കാനോ? അല്ല, ഈ പോയി വാങ്ങൂലേ? പെട്ടെന്ന് ഇറങ്ങണേ. വേറെ നമ്മൾ കഴിക്കാൻ വേണ്ടി പാർസൽ ചെയ്യാം. എന്താ ചെയ്യാം? വണ്ടി ഇവിടെ ഒന്നും സേഫ് അല്ല. നിങ്ങൾ വിട്ടോ, എവിടെ വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഒന്നും തോന്നരുത്. എന്താ കാര്യം പറ. നമുക്ക് അവനെ തട്ടിയാലോ? താൻ എന്താണ് ഈ പറയുന്നത്? അവൻ നമ്മുടെ സുഹൃത്തല്ലേ? ശരി, സുഹൃത്താണ്. പക്ഷേ പിന്നെ പണത്തിന് മുമ്പിൽ സുഹൃത്തൊന്നൊന്നുമില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ വിചാരിച്ചാൽ അത് മൊത്തപ്പം നമുക്ക് കയ്യിലാക്കാം. ആലോചിച്ച് പറ. വേണം. അല്ലെങ്കിൽ എത്ര കാലം വെച്ചാണ് നമ്മളിങ്ങനെ ഈ ദുരിതാനുഭവിച്ച് ജീവിക്കുക? നമുക്ക് രക്ഷപ്പെടണ്ടേ? നടത്തിയേക്കാം. ഇല്ലല്ല, ഈ ഒരു കാര്യം ചെയ്യും. അവനെടുത്തിയൊന്ന് വിളിച്ചു നോക്കാം. ഹലോ. താനിവിടെ എത്തി? വേഗം വാ. ലേറ്റായോ? ഇല്ല, ഞാൻ കഴിച്ചു. പെട്ടെന്ന് കഴിച്ചോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം. ഓക്കെ.
എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ, വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാം. ടെൻഷൻ അടിക്കരുത്. ആരും അറിയാൻ പോകുന്നു. ഓക്കെ, ഫുഡ് കഴിക്കാം. എന്താണിത്? കഴിക്ക്. ടെൻഷനായില്ല. ആ, താനെത്തി. എത്തി ആ, വേഗം